എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്വിസ് ഫെഡറലിസത്തെ പറ്റിയാണ്. അതായത് സ്വിറ്റ്സർലാൻഡിൻ്റെ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകളെ പറ്റി അഥവാ ഫീച്ചറിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫെഡറലിസത്തെ പറ്റി പറയുകയാണെങ്കിൽ രാഷ്ട്രീയ അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുമായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന സംവിധാനത്തെയാണ് ഫെഡറലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ സ്വിറ്റ്സർലാൻഡിൻ്റെ ഫെഡറലിസത്തെ പറ്റി പറയുകയാണെങ്കിൽ അമേരിക്കൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് സ്വിസ് ഫെഡറലിസത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ 1848 ഭരണഘടന ഇതൊരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. കൂടാതെ ഏതാണ്ട് 26 ക്യാൻറ്റനുകളാണ് സ്വിസ് ഫെഡറേഷനിൽ നിലനിൽക്കുന്നത്. കൂടാതെ ഭരണഘടനയിലെ അധികാര വിഭജനം കേന്ദ്രത്തിനും ക്യാൻറ്റനുകൾക്കുമാണ്. അധികാര വിഭജനത്തിനു വേണ്ടി സ്വിസ് ഭരണഘടന യുഎസിൻ്റെ ഭരണഘടനാ രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് അധികാരങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനും ക്യാൻറ്റനുകൾക്കുമായി വിഭജിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റാണ്, ഫെഡറൽ രാഷ്ട്രമാണ്. ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളുമാണുള്ളത്. എന്നാൽ സ്വിറ്റ്സർലാൻഡിലാകട്ടെ കേന്ദ്ര ഗവൺമെൻറ്റും പിന്നെ സംസ്ഥാനങ്ങൾക്ക് പകരം ക്യാൻറ്റനുകളാണ്. ഓക്കെ, സംസ്ഥാനങ്ങൾക്ക് പകരം ഇന്ത്യയിൽ സംസ്ഥാനങ്ങളാണെങ്കിൽ കാനഡയിൽ അത് ക്യാൻറ്റനുകളാണ്. ഓക്കെ, അപ്പോൾ അമേരിക്കൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് സ്വിസ് ഫെഡറലിസത്തിലും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 1848 ഭരണഘടന ഇതൊരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. കൂടാതെ 26 ക്യാൻറ്റനുകളാണ് സ്വിസ് ഫെഡറേഷനിൽ നിലനിൽക്കുന്നത്. ഓക്കെ, കൂടാതെ ഭരണഘടനയിലെ അധികാര വിഭജനം കേന്ദ്രത്തിനും ക്യാൻറ്റനുകൾക്കും ഇടയിലുണ്ട്. എന്താണ് ഭരണഘടനയിലെ അധികാര വിഭജനം? കേന്ദ്രത്തിനും ക്യാൻറ്റനുകൾക്കുമാണ്. ഓക്കെ, കൂടാതെ അധികാര വിഭജനത്തിന് വേണ്ടി സ്വിസ് ഭരണഘടന യുഎസിൻ്റെ ഭരണഘടനാ രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല അധികാരങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനും ക്യാൻറ്റനുകൾക്കുമായി വിഭജിച്ചിട്ടുമുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുവാൻ പോകുന്നത് എന്തെല്ലാം ഫീച്ചറുകളാണ് പ്രധാനമായിട്ടും സ്വിറ്റ്സർലാൻഡിൻ്റെ ഫെഡറലിസത്തിൽ ഉള്ളത് എന്നതിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ റെഫർ ചെയ്യുന്ന മെറ്റീരിയൽസ് MG കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളുടെ പഴയകാല മെറ്റീരിയൽസാണ്. അപ്പോൾ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കാൻ നിങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തേതാണ് ഇക്വാളിറ്റി ഓഫ് സ്റ്റേറ്റ് എന്നതാണ്. രണ്ടാമത്തേത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാരം പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നത്. ഓക്കെ, അതായത് സ്വിസ് ഫെഡറലിസത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അതുപോലെ 26 ക്യാൻറ്റനുകളാണ് സ്വിസ് ഫെഡറേഷനിൽ നിലനിൽക്കുന്നത്. ഓക്കെ, കൂടാതെ ക്യാൻറ്റനുകൾ അതായത് ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങളിൽ സെൻട്രൽ ഗവൺമെൻറ് അമിതമായിട്ട് ഇടപെടുന്നില്ല. കൂടാതെ നാലാമത്തേത് ഒരു റിപ്പബ്ലിക്കൻ രൂപത്തിലുള്ള ഭരണഘടനയാണ് സ്വിസ് ഫെഡറലിസത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. അഞ്ചാമത്തേത് ക്യാൻറ്റനുകൾക്ക് അവരവരുടേതായ ഭരണഘടന നിർമ്മിക്കാൻ അനുവാദമുണ്ട്. എന്നാൽ പക്ഷേ ഫെഡറേഷൻ്റെ ഭരണഘടനയ്ക്ക് യോജിക്കുന്ന രീതിയിലായിരിക്കണം എന്ന് മാത്രം. കൂടാതെ ആറാമത്തെ സ്വിസ് ഫെഡറലിസത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഭരണഘടനാ ഭേദഗതി ജനഹിത പരിശോധനയിലൂടെയാകണം നടത്തപ്പെടേണ്ടത് എന്നതാണ്. കൂടാതെ ഏഴാമത്തേത് സ്വിസ് ഭരണഘടന സെൻട്രൽ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അധികാരം വിഭജിച്ച് നൽകിയിരിക്കുന്നു എന്നതാണ്. കൂടാതെ എട്ടാമത്തേത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 50 അനുസരിച്ച് ക്യാൻറ്റനുകൾക്ക് പരമാധികാരം അനുവദിച്ചിരിക്കുന്നു. കൂടാതെ ഒൻപതാമത്തേത് ഓരോ ക്യാൻറ്റനുകൾക്കും വിദേശ രാജ്യങ്ങളുമായി സന്ധികളിൽ ഏർപ്പെടാനുള്ള അനുമതിയുണ്ട്. എന്നാൽ പക്ഷേ സന്ധികൾ ഫെഡറേഷൻ്റെ ഭരണഘടനയ്ക്ക് അനുസരിച്ചായിരിക്കണം എന്നത് മാത്രം. ഓക്കെ, ഒരിക്കലും ദേശ താൽപ്പര്യത്തിന് വിരുദ്ധമായിട്ട് ക്യാൻറ്റനുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരമോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഓക്കെ, കൂടാതെ പത്താമത്തേത് ക്യാൻറ്റനുകൾക്ക് സ്വന്തമായി സ്ഥിരമായ സൈന്യത്തെ നിലനിർത്താൻ അനുവദിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ ഇതിലെ അംഗസംഖ്യ 300-ൽ കൂടാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ കൂടിയുണ്ട്. ഓക്കെ, കൂടാതെ ഫെഡറേഷന് ആവശ്യമായ സമയങ്ങളിൽ ഈ സൈന്യത്തെ ഉപയോഗിക്കുവാനുള്ള അധികാരവും ഉണ്ടായിരിക്കും. കൂടാതെ 12ാമത്തെ സ്വിസ് ഫെഡറലിസത്തിൻ്റെ മറ്റൊരു സവിശേഷത സ്വിസ് ഫെഡറലിസത്തിലെ ക്യാൻറ്റനുകൾ ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അമേരിക്കൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ?
സ്വിസ് ഫെഡറലിസത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 26 ക്യാൻറ്റനുകളാണ് സ്വിസ് ഫെഡറേഷനിലുള്ളത്. അതുപോലെ തന്നെ ഭരണഘടനയിലെ അധികാര വിഭജനം കേന്ദ്രത്തിനും ക്യാൻറ്റനുകൾക്കുമാണ് അധികാരം വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇക്വാളിറ്റി ഓഫ് സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാരം പരിമിതപ്പെടുത്തിയിരിക്കുന്നുണ്ട് സ്വിസ് ഫെഡറലിസത്തിൽ. അതുപോലെ തന്നെ ക്യാൻറ്റൻസ് ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് അഥവാ സെൻട്രൽ ഗവൺമെൻറ് അമിതമായി ഇടപെടുന്നില്ല. കൂടാതെ റിപ്പബ്ലിക്കൻ രൂപത്തിലുള്ള ഭരണഘടനയാണ് സ്വിസ് ഫെഡറലിസത്തിൻ്റെ മറ്റൊരു സവിശേഷത. കൂടാതെ ക്യാൻറ്റനുകൾക്ക് അവരവരുടേതായ ഭരണഘടന നിർമ്മിക്കുവാൻ അനുവാദം സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട്. കൂടാതെ എന്നാൽ ഈ ഫെഡറേഷൻ്റെ ഭരണഘടനയ്ക്ക് യോജിക്കുന്ന രീതിയിൽ ക്യാൻറ്റനുകൾക്ക് അവരവരുടേതായ ഭരണഘടന നിർമ്മിക്കാൻ അനുവാദം നൽകുന്നുണ്ട്. കൂടാതെ ഭരണഘടനാ ഭേദഗതി ജനഹിത പരിശോധനയിലൂടെയാകണം നടത്തപ്പെടേണ്ടത് എന്നുള്ളതും സ്വിസ് ഫെഡറലിസത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. കൂടാതെ സ്വിസ് ഭരണഘടന സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അധികാരം വിഭജിച്ച് നൽകിയിട്ടുണ്ട്. കൂടാതെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 50 അനുസരിച്ചിട്ട് ക്യാൻറ്റനുകൾക്ക് പരമാധികാരം സ്വിസ് ഭരണകൂടം അനുവദിച്ചിരിക്കുന്നു. കൂടാതെ ഓരോ ക്യാൻറ്റനുകൾക്കും വിദേശ രാജ്യങ്ങളുമായി സന്ധികളിൽ ഏർപ്പെടാനുള്ള അനുമതിയുണ്ട്. ഓക്കെ, ഇതൊക്കെ സ്വിസ് ഫെഡറലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഓരോ ക്യാൻറ്റനുകൾക്കും വിദേശ രാജ്യങ്ങളുമായിട്ട് സന്ധികളിൽ ഏർപ്പെടാനുള്ള അധികാരം ഭരണഘടന നൽകുന്നുണ്ട്. ഓക്കെ, എന്നാൽ പക്ഷേ ഇങ്ങനെ സന്ധികളിൽ ഏർപ്പെടുമ്പോൾ ഫെഡറേഷൻ്റെ ഭരണഘടനയ്ക്ക് അനുസരിച്ചായിരിക്കണം ക്യാൻറ്റനുകൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് സന്ധികളിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, എന്നാൽ ഒരിക്കലും ദേശ താൽപ്പര്യത്തിന് വിരുദ്ധമായിട്ട് ക്യാൻറ്റനുകൾ നിയമങ്ങൾ നിർമ്മിക്കാൻ പാടില്ല. ഓക്കെ, കൂടാതെ ക്യാൻറ്റനുകൾക്ക് സ്വന്തമായി സ്ഥിരമായ സൈന്യത്തെ നിലനിർത്താൻ അനുവാദമുണ്ട്. ഓക്കെ, എന്നാൽ ഇതിൽ അംഗസംഖ്യ 300 കൂടരുത്, 300-ൽ താഴെയാവാം. ഓക്കെ, കൂടാതെ ഈ ഫെഡറേഷൻ ആവശ്യമായ സമയങ്ങളിൽ ഈ ക്യാൻറ്റനുകൾക്ക് സ്വന്തമായ സൈന്യത്തെ ഉപയോഗിക്കുവാനുള്ള അധികാരമുണ്ട്. കൂടാതെ സ്വിസ് ഫെഡറലിസത്തിലെ ക്യാൻറ്റനുകൾ ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവരുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായ ഫീച്ചേഴ്സ് സ്വിസ് ഫെഡറലിസത്തിലുണ്ട്. ഓക്കെ, കൂടാതെ സ്വിസ് ഭരണഘടനയെ പറ്റി പറയുകയാണെങ്കിൽ അമേരിക്കൻ ഭരണഘടനയുടെ മാതൃകയായിട്ട് എഴുതപ്പെട്ട സ്വിസ് ഭരണഘടന എഴുതപ്പെട്ടതും അതുപോലെ തന്നെ സുദീർഘവുമാണ്. ഓക്കെ, മാത്രവുമല്ല സ്വിസ് ഭരണഘടന ഇത്രയും സുദീർഘമായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ക്യാൻറ്റനുകൾക്കിടയിൽ കൃത്യമായ അധികാര വിഭജനം നടത്തുക എന്നതിനാലാണ് ഈ ഭരണഘടന ഇത്രയും സുദീർഘമായത്. കൂടാതെ കാലഘട്ടത്തിനനുസരിച്ചും അതുപോലെ തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ചൊക്കെ സ്വിസ് ഭരണഘടനയിൽ ധാരാളം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, കൂടാതെ സ്വിസ് ഭരണഘടന അയവില്ലാത്ത സ്വഭാവം പുലർത്തുന്നു. മാത്രവുമല്ല സ്വിസ്സിൻ്റെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഫെഡറലാണ്. ഓക്കെ, എന്താണ് സ്വിസ്സിൻ്റെ ഭരണ സംവിധാനം എന്ന് പറയുന്നത്? ഫെഡറലാണ്. കൂടാതെ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് അമേരിക്കൻ ഭരണഘടനയുടെ മാതൃകയായി എഴുതപ്പെട്ട സ്വിസ് ഭരണഘടന എഴുതപ്പെട്ടതും സുദീർഘവുമാണ്. മാത്രമല്ല ക്യാൻറ്റനുകൾക്കിടയിൽ കൃത്യമായ അധികാര വിഭജനം നടത്തുക എന്നതിനാലാണ് ഭരണഘടന ഇത്രയും സുദീർഘമായത്. ഓക്കെ, കൂടാതെ സാഹചര്യങ്ങൾക്കും അതുപോലെ തന്നെ കാലഘട്ടത്തിനും അനുസരിച്ചിട്ട് സ്വിസ് ഭരണഘടനയിൽ ധാരാളം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും സ്വിസ് ഭരണഘടന അയവില്ലാത്ത സ്വഭാവം പുലർത്തുന്നുണ്ട്. ഓക്കെ, മാത്രവുമല്ല സ്വിസ് ഭരണ സംവിധാനം ഫെഡറലാണ്. കൂടാതെ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല സ്വിസ് ഫെഡറേഷൻ പ്രാദേശിക സ്വയംഭരണത്തെ ദേശീയ ഐക്യവുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. കൂടാതെ സ്വിസ് ജനാധിപത്യം കമ്മ്യൂണൽ ക്യാനൻ അതുപോലെ തന്നെ ഫെഡറേഷൻ അതായത് ഫെഡറൽ എന്ന ക്രമത്തിലാണ്. ഓക്കെ, മാത്രവുമല്ല സ്വിസ് ജനാധിപത്യത്തിന് ജനഹിത പരിശോധന ഭരണഘടനയിലെ ജനാധിപത്യത്തിന് തനതായ പ്രതിച്ഛായ നൽകുന്നുണ്ട്. മാത്രമല്ല ഏതാണ്ട് 4 നൂറ്റാണ്ടുകളിലേറെയായിട്ട് ഒരു നിഷ്പക്ഷ രാഷ്ട്രം കൂടിയാണ് സ്വിസ്. ഓക്കെ, മാത്രമല്ല സ്വിസ് പൗരന്മാരെ ഏകപക്ഷീയ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായിട്ട് സ്വിസ് ഫെഡറൽ ഭരണഘടന നിരവധിയായ വകുപ്പുകൾക്ക് രൂപം നൽകിയിട്ടുമുണ്ട്. ഏതാണ്ട് 2 ഡസൻ വകുപ്പുകൾ തന്നെയുണ്ട്. ഓക്കെ, മാത്രവുമല്ല സ്വിസ് ഭരണഘടന അയവില്ലാത്തതായതിനാൽ അത് ഭേദഗതി ചെയ്യാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണവുമാണ്. മാത്രമല്ല സ്വിസ്സിലെ പൗരൻ അദ്ദേഹം ജീവിക്കുന്ന ക്യാൻറ്റനിലെയും അതുപോലെ തന്നെ ഫെഡറേഷൻ്റെയൊക്കെ പൗരത്വം ഉൾക്കൊള്ളുന്നു, അതായത് ദ്വിപൗരത്വം. മാത്രവുമല്ല സ്വിസ് ഫെഡറലിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ സ്വിസ്സിലെ എക്സിക്യൂട്ടീവ് ബഹു അംഗങ്ങളടങ്ങിയ
അടങ്ങിയതാണ് എന്നതാണ്. ഓക്കെ, അതായത് 7 അംഗങ്ങൾ അടങ്ങിയ ഫെഡറൽ കൗൺസിലാണ് സ്വിസ് എക്സിക്യൂട്ടീവ്. ഓക്കെ, ഇതെല്ലാം തന്നെ സ്വിസിൻ്റെ ഫെഡറേഷൻ്റെ അഥവാ ഫെഡറൽ ഫീച്ചേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് ഓഫ് സ്വിസ് ഫെഡറലിസം എന്ന ഈ ടോപ്പിക്കിൽ പ്രധാനമായും പറയാനുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.